ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകളിൽ ഇന്ന് ആകാശവാണിയുമായുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കവിയും ഗാനരചയിതാവുമായ ശ്രീ പി.കെ. ഗോപി. അപ്പം എങ്ങനെയാണ് ആദ്യകാല ആകാശവാണിയുമായിട്ടുള്ള ആ പരിചയം? ഞാൻ ആകാശവാണിയുമായി ബന്ധപ്പെടുന്നത് എൻ്റെ സാഹിത്യ വാസനയുടെ സംവേദനക്ഷമത പ്രയോഗിക്കണം എനിക്ക് എന്ന ഒരു വ്യക്തിപരമായ ബോധ്യം വന്ന ആദ്യകാലം മുതൽ ഉള്ളതാണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ആകാശവാണിയിലെ ആദ്യ കളരി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്ക് എൻ്റെ കളരി, പരിശീലന കളരി, അനുഭവ കളരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആകാശവാണിയാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ അങ്ങാടിക്കൽ നെടുമൺകാവ് ഗ്രാമത്തിൻ്റെ ഒരു സന്തതിയാണ്. ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് നാട്ടിൽ പൈപ്പില്ലാത്ത കാലം, വെളിച്ചമില്ലാത്തതെന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ട്, പക്ഷേ അത് വൈദ്യുതി സംവിധാനം വരുന്നതിന് മുമ്പുള്ള കാലത്തെ വെളിച്ചത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കാലത്ത് റേഡിയോയിലൂടെ ഒഴുകി വരുന്ന അതിപ്രശസ്തരുടെ വാക്കുകൾ കേൾക്കാൻ, ആ വാണി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമായിരുന്നെന്നോ. ആകാശവാണിയായിരുന്നു പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഞങ്ങളുടെ ഏക മാർഗം. അതുകൊണ്ട് ഞങ്ങൾ ശബ്ദം കേട്ട് ഒരു വലിയ ദൃശ്യ സംവിധാനത്തെ സങ്കല്പിച്ചു. അങ്ങ് ഞാൻ ലളിതഗാനം കേൾക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് ഒരു ലളിതഗാനം, ഒരു പരീക്ഷണം എന്ന നിലയിൽ ഞാൻ ഗ്രാമത്തിൽ നിന്ന് സാധാരണ ഒരു തപാൽ കവറിൽ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത്. അത് സ്വീകരിച്ചുവെന്നും അതിന് പ്രതിഫലമുണ്ടെന്നും കാണിച്ച് എനിക്കൊരു മറുപടി വരുന്നു. ആ പാട്ട് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകൻ ചിട്ടപ്പെടുത്തി നല്ല പാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നു. അതൊക്കെ കേൾക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴുള്ളൊരു അഭിമാനമുണ്ട്. പിന്നീട് തൊട്ടടുത്ത ഒരു പാട്ട് അതേ ആവേശം കൊണ്ട് ഇങ്ങനെ എഴുതി അയക്കുകയാണ്. അത് ചെയ്തത് MG രാധാകൃഷ്ണൻ. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത മനുഷ്യരൊക്കെ നമ്മുടെ പാട്ടിന് സംഗീതം നൽകുന്നു. അത് യാതൊരു ശുപാർശയും ഇല്ലാതെ മുൻവാതിലിലൂടെ ഒരു ഗ്രാമീണ യുവാവിനെ സാംസ്കാരിക ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനം എന്നൊക്കെ പറയില്ലേ, എഴുത്തുകാരന് അത്യാവശ്യം ഉണ്ടാകേണ്ടത് സ്വാതന്ത്ര്യബോധമാണെന്നും സമത്വബോധമാണെന്നും അവൻ്റെ ഈ ആത്മാഭിമാനം എന്നൊക്കെ പറയും, അതിൻ്റെ സത്യസന്ധതയാണെന്നും ഒക്കെ ലോകസാഹിത്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എന്നെ പഠിപ്പിച്ചത് ആകാശവാണിയാണെന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ആളിൻ്റെ, ഒരു ഗ്രാമീണൻ്റെ സൃഷ്ടികളൊന്നും അവിടെ എടുക്കണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് കവിത ചൊല്ലാൻ വേണ്ടി ആകാശവാണിയിലേക്കൊരു കോൺട്രാക്റ്റ് വരികയാണ്. അപ്പോൾ ആ ദിവസം ഞാൻ അടൂരിൽ നിന്ന് ബസ് കയറി തിരുവനന്തപുരത്ത് ചെല്ലുന്നു. ഞാനിങ്ങനെ തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് പ്രവേശിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ഫിയറ്റ് കാറിൽ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പോകാൻ വഴി ഞാൻ ഒതുങ്ങിക്കൊടുത്തു പരമാവധി. പക്ഷെ എന്നാൽ എൻ്റെ അടുത്തോട്ട് അദ്ദേഹം കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ഗോപിയല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എനിക്ക് തോന്നി, ഇതാണോ MG രാധാകൃഷ്ണൻ? അതെ, അത് MG രാധാകൃഷ്ണനായിരുന്നു. ഗോപിയുടെ പാട്ടുകൾ ഞാൻ നിരന്തരം ചെയ്യാറുണ്ടല്ലോ. ഗോപി സിനിമയ്ക്ക് പാട്ട് എഴുതണം, നല്ല പാട്ടുകളാണ് ഗോപിയുടേത് എന്നോട് ഇങ്ങനെ പറയുകയാണ്. ആ നിമിഷം ഞാൻ അനുഭവിച്ച ഒരു അഭിമാനത്തിന് ഉയരത്തിന് കയ്യും കണക്കുമില്ല. അപ്പോൾ എനിക്ക് തോന്നി, ആകാശവാണി ഇത് ആകാശത്തിൽ പറന്നു നടക്കുന്ന വാണിയല്ല, ഇത് ഭൂമിയിൽ താണിറങ്ങാനുള്ള സാംസ്കാരികമായ താഴ്മ കൂടി അതിനുണ്ട്. ലളിതഗാന പാഠം എന്ന് പറയുന്ന ഒരു പരിപാടി ആകാശവാണിയിലുണ്ട്. ഫീസ് കൊടുത്ത് സംഗീതം അഭ്യസിക്കുക എന്നത് ഗ്രാമത്തിൽ പിറന്നു വളർന്ന കുട്ടികൾക്ക് അസാധ്യമായിരുന്നു, ചിന്തിക്കാൻ പോലും കഴിയില്ല. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ പോലും നിവൃത്തിയില്ലാത്ത പട്ടിണിക്കാരായ ആളുകൾക്ക് അവരുടെ കലാഭിരുചി വളർത്താൻ ഒരു പാട്ട് കേട്ട് പഠിക്കാൻ സന്ദർഭമില്ല, ആശാനില്ല, സംഗീതജ്ഞന്മാരില്ല ഗ്രാമത്തിൽ. അവർ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു വസ്തു, ഒരു സാധനം, ഒരു പദാർത്ഥം അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് കൈ നീട്ടുകയുള്ളൂ, അതിലേക്ക് നമ്മളുടെ ആഗ്രഹം ചെല്ലുകയുള്ളൂ. നല്ലതായാലും ചീത്തയായാലും ഗ്രാമത്തിൽ ആരാണ് വന്ന് പാട്ട് പഠിപ്പിക്കുന്നത്? ഗ്രാമത്തിൽ ഒരാൾ വരും, ഒരു ഉപാധിയുമില്ല, ബാറ്ററി ഇട്ട് നിങ്ങളത് പ്രവർത്തിപ്പിക്കുക മാത്രമേ വേണ്ടൂ. ട്രാൻസിസ്റ്ററിലൂടെ അതിപ്രശസ്തരായ ഗാന വിദഗ്ധരുടെ വാക്കുകൾ ഇതാ ഒഴുകി വരുന്നു. പാട്ട് രചന പി.കെ. ഗോപി, പഠിപ്പിക്കുന്നത് പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, അല്ലെങ്കിൽ ജോസ് മാഷ്, അല്ലെങ്കിൽ MG രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ KP ഉദയഭാനു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴുള്ള നമ്മളുടെ ഒരു ആനന്ദം,
ആ സമയം നമ്മൾ തപസ്സിലെന്ന വണ്ണം അതിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ്. ലോകമെല്ലാം അങ്ങ് മറന്നു, ആകാശമില്ല ഭൂമിയുമില്ല, വിദൂരതയിലിരിക്കുന്ന രണ്ട് മനസ്സുകൾ തമ്മിൽ ഭാഷയിലൂടെ, വാക്കുകളിലൂടെ, ഈണത്തിലൂടെ, പദങ്ങളിലൂടെ അങ്ങോട്ട് ഇണങ്ങി ചേരുകയാണ്. ഈ സാംസ്കാരിക സമന്വയത്തെയാണ് യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത്. ഇത് കൃത്രിമ കലയുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് നമ്മളെ മനുഷ്യരാശിയുടെ മുഴുവൻ യഥാർത്ഥ സത്യസങ്കല്പങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് മറ്റൊന്ന് സാധ്യമാണെന്ന് തെളിയിക്കുന്ന കാലമാണ്. അവിടെയും നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഏതോ ഒരു മനുഷ്യൻ്റെ ഏകാഗ്ര ബുദ്ധിയിൽ നിന്നാണ് ഇത് പിറന്നത് എന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതെല്ലാം ആ ബുദ്ധികേന്ദ്രം തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോഴും നിങ്ങൾ മനുഷ്യനെ തുടച്ചു മാറ്റരുത്, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യരുത്. സ്വതസിദ്ധമായ, നൈസർഗികമായ, പ്രകൃതിദത്തമായ വാസനാ വൈഭവമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ സങ്കല്പിക്കണം. അവൻ്റെ സത്യത്തെയും സൗന്ദര്യത്തെയും നിങ്ങൾ അഭിസംബോധന ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ ഒരു മഹത്തായ സ്ഥാപനമാണ് ആകാശവാണി. അതെനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. എണ്ണമറ്റ സന്ദർഭങ്ങളിൽ എൻ്റെ വാക്കുകൾക്ക് ഇടം നൽകിയ ഒരു സ്ഥാപനമാണ് ആകാശവാണി. ഞാൻ കവിത എഴുതിയ ഒരാളെന്നുള്ള നിലയിൽ എന്നെ ദേശീയ കവിസമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് പുഴ എന്ന കവിത ചൊല്ലാനുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചത് കോഴിക്കോട് ആകാശവാണിയിലെ ശ്രീ സി കൃഷ്ണകുമാർ എന്ന ഒരു ഉദ്യോഗസ്ഥൻ ഓർമ്മിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ പുഴ എന്ന കവിത ഞാൻ അയക്കുകയില്ലായിരുന്നു. കാരണം ഞാനത് ഓർത്തിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ കൃഷ്ണകുമാർ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഗോപേട്ട, പുഴ എന്ന കവിത അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് ചെയ്യിക്കണം. ഡോക്ടർ എ അച്യുതനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അത് അയക്കുന്നു, അതിന് അനുമതി കിട്ടുന്നു, ഞാൻ ക്ഷണിക്കപ്പെടുന്നു, ഞാൻ വാരണാസിയിൽ പോകുന്നു. അവിടെ മലയാളത്തെ പ്രതിനിധീകരിച്ച് പുഴ എന്ന കവിത ഞാൻ പ്രൗഢോജ്വലമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ അതിഗംഭീരമായ ഹാളിൽ ചൊല്ലുന്നു. അവിടെ അതിൻ്റെ ഓരോ സ്റ്റാൻസയ്ക്കും ലഭിച്ച നിറഞ്ഞ കയ്യടി പി കെ ഗോപി എന്ന കേവല മനുഷ്യന് മാത്രമൊന്നും കിട്ടുന്നതല്ല. അത് ആകാശവാണി തുറന്നു തന്ന ജാലകത്തിലൂടെ ഭാഷ എവിടെയുണ്ടോ, മലയാളം എവിടെയുണ്ടോ അവിടേക്ക് മുഴുവൻ പരന്ന് പ്രതിധ്വനിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനന്ദനമാണ് എനിക്ക് ലഭിച്ചത്. അത് എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല, മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഒരു അഭിനന്ദനമായിട്ടാണ് ഞാൻ അന്നും ഇന്നും കരുതുന്നത്. ഇത് എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നത് ആകാശവാണിയാണ്. ഞാൻ ആ ആകാശവാണിയെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? തീർച്ചയായിട്ടും. ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, പക്ഷെ അത് മറക്കാൻ ഈ കലകൾ നമുക്ക് പ്രാപ്തി നൽകും, ഭാഷ നമുക്ക് പ്രാപ്തി നൽകും തീർച്ചയായിട്ടും. അങ്ങനെ അഭിമാനിയായ ഒരു മനുഷ്യന് തൻ്റെ ഇഷ്ട ജനതയോടൊപ്പം കാലത്തെ അഭിസംബോധന ചെയ്ത് ജീവിക്കാനുള്ള ധിഷണ ആര് സമ്മതിച്ചു തരും എന്ന് ചോദിച്ചാൽ, ആര് സമ്മതിച്ചു തരുന്നോ അവരെ മാനിക്കും നമ്മൾ, അവരെ നമ്മൾ ആദരിക്കും, ചിലപ്പോൾ ആരാധിച്ചു എന്നും ഇരിക്കും. അതുകൊണ്ട് ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു വികാര വായ്പാണ് എനിക്ക് ആകാശവാണിയോടുള്ളത്. അതാണ് ഞാനിപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ സമർപ്പിച്ച് തരുന്നത്. എനിക്ക് തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും എപ്പോഴും ഞാനൊരു നന്ദി നിറഞ്ഞ കടപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കവി എന്ന നിലയിലായാലും ഒരു സംഭാഷണ പ്രിയൻ എന്ന നിലയിലായാലും മറ്റേതെങ്കിലും തരത്തിൽ വർത്തമാനകാലത്തോട് പ്രതികരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലായാലും എപ്പോഴും എൻ്റെ വാക്കുകൾക്ക് അർഹിക്കുന്ന ഒരിടം തരാൻ ആകാശവാണി തയ്യാറായിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി, മുമ്പ് ഏത് വർഷത്തിലെ ഏതാണ്ട് കോഴിക്കോട് വന്നത്? അന്ന് ഇവിടെ ആകാശവാണിയിലെ കവിതയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആരൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? കെ എ മുരളീധരൻ, ഇരവി ഗോപാലൻ, ഖാൻകാവിൽ, ഇവരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞാനിവിടെ ഇടനാഴിയിലൂടെ ഏതോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോൾ എതിരെ ഒരാൾ വരുന്നു. അപ്പം ഞാൻ ആ ആളിനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി നിന്നിട്ട് അദ്ദേഹം, ഒരു കോടി ഓർമ്മ വന്നെൻ്റെ മൗനത്തിൻ്റെ ചുടുകാട്ടിൽ വീണ്ടും ശവക്കൂന തോണ്ടവേ, ഇതൊരു കവിത അങ്ങ് ചൊല്ലുവാണ്. അപ്പം ഞാൻ കാതോർത്തിട്ട് ഇത് എൻ്റെ കവിതയാണല്ലോ ചൊല്ലുന്നത്. ഇത് ആരാണ്? ഖാൻകാവിലാണ് ചൊല്ലുന്നത്. ഞാൻ ആകാശവാണിയോട് ക്ഷണിക്കപ്പെട്ട ഒരു ഹരിപ്പാട് സമ്മേളനത്തിൽ, കാവ്യ സമ്മേളനത്തിൽ ചൊല്ലിയതാണ്. വീട്ടിലാരെയോ പഠിപ്പിക്കാനോ നാട്ടിലാരെയോ പഠിപ്പിക്കാൻ വേണ്ടി കാണാതെ പഠിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ചൊല്ലുകയാണ്, ആകാശവാണിയിലെ ഖാൻകാവിൽ ഉദ്യോഗസ്ഥൻ ചൊല്ലുകയാണ്. അത് എനിക്ക് നൽകിയ ഒരു അഭിമാനമുണ്ട്, ഒരു എന്താ പറയുക, അത് ആകാശവാണിയിലെ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്, അന്നുണ്ടായ ഒരു സൗഹൃദമാണ്. പിന്നെ ഇരവി ഗോപാലൻ എത്രയോ പ്രോഗ്രാമുകൾ ചെയ്തിരിക്കുന്നു. അന്ന് ഈ ബാലസാഹിത്യത്തിന് വേണ്ടത്ര ഒരു അംഗീകാരവും പ്രശസ്തിയോ ഒന്നും ലഭിക്കാതിരുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി മാത്രം അരമണിക്കൂർ പ്രോഗ്രാം ഇവിടെ ഞാൻ മുൻകൈ എടുത്ത് ചെയ്യണമെന്ന് എന്നോട് പറയുകയും ഞാൻ കുറേ ബാല കവിതയും കഥകളുമായി ഇവിടെ വരികയും
കുട്ടികൾക്ക് വേണ്ടി ആ പ്രോഗ്രാം അവതരിപ്പിക്കുകയും അതിൽ ധാരാളം സ്കൂളുകളുടെ ആസ്വാദകരെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് അത് പിന്നീട് അതിന് തുടർച്ച ഉണ്ടാകത്തക്ക തരത്തിൽ ഒരു പ്രോഗ്രാം KA മുരളീധരൻ സംവിധാനം ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അസംഖ്യം പരിപാടികൾക്ക് അവരെനിക്ക് സന്ദർഭം തന്നിട്ടുണ്ട്. P. ഭാസ്കരൻ, K. കൊടുങ്ങല്ലൂർ, K. രാഘവൻ, NN കക്കാട്, കൊടിയൻ ഇവരുടെയൊക്കെ ഒരു തലമുറ അതിൻ്റെ മുന്നത്തെ ഒരു തലമുറയാണ്. ആ തലമുറയുടെ കഥകൾ കേട്ട് ഞാനങ്ങനെ പുളകം കൊണ്ടു നിന്നിട്ടുണ്ട്. അതിൻ്റെ പ്രേരണ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ തലമുറയ്ക്ക് അത് ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടായത്. അവർക്കുള്ള ഒരു കർമ്മബോധത്തെ പ്രചോദിപ്പിച്ചതോ തയ്യാറാക്കിയതോ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു അസംസ്കൃത പദാർത്ഥം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ മറ്റൊന്ന് സൃഷ്ടിച്ചെടുക്കുകയുള്ളൂ. ഇവിടെ ഉചിതമായ അതിഗംഭീരമായ മായ്ച്ചു കളയാനാവാത്ത ചരിത്രത്തിൽ എണ്ണം പറഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലെ വലിയ മനുഷ്യരെക്കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഉറൂബിൻ്റെ പേര് ഞാൻ മറന്നുപോയോ, ക്ഷമിക്കണം. ഈ KA കൊടുങ്ങല്ലൂർ എൻ്റെ ഒരു നാടകം തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് അംഗീകാരം ധാരാളം കിട്ടി. അത് തിരുവനന്തപുരം നിലയത്തിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആകാശവാണി നിലയങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം പരിപാടി അവതരിപ്പിക്കാനുള്ള സന്ദർഭം എനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതിൽ ഇപ്പോൾ കവിത മാത്രമാണോ, വേറെ ഇപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു, വേറെ എന്തെങ്കിലും പ്രഭാഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ധാരാളം. പുലർകാലത്തിൽ നമ്മൾ കേൾക്കുന്ന വചനാമൃതം, അതിന് വചനാമൃതം ഇല്ലേ, എത്രയുണ്ടാവും എനിക്കറിഞ്ഞൂടെ, ഓർമ്മയില്ല എത്രയുണ്ടാകും എന്നുള്ളത്. ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് പ്രതികരണം ആരായുമല്ലോ, എത്രയോ പ്രാവശ്യങ്ങളിൽ പ്രതികരണം നമ്മൾ കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് മാത്രമല്ല, അത് എൻ്റെ അഭിപ്രായം സമാന ഹൃദയരായ നമ്മളാരും അഭിസംബോധന ചെയ്യാൻ നേരിട്ട് പോയി കണ്ട് അഭിപ്രായം ചോദിക്കാത്ത അടങ്ങി ഒതുങ്ങി വീടുകളിൽ കർമ്മോത്സുകരായിരിക്കുന്ന അസംഖ്യം മനുഷ്യരുടെ നാവിൽ അവർക്ക് പറയണമെന്ന് തോന്നിയ ആശയം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ സ്വാഭാവികമായൊരു താതാത്മ്യം പ്രാപിക്കാൻ ആ സന്ദർഭത്തിന് കഴിയുന്നല്ലേ. താതാത്മ്യപ്പെടുകയാണ്. ആകാശവാണി ജനജീവിതത്തിന്റെ ദൈനംദിന സാംസ്കാരിക ലോകത്തോട് താതാത്മ്യപ്പെടുന്നു. അത്തരം പരിപാടികൾ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇതിന്റെ സ്വീകാര്യത ഇന്ന് നശിച്ചു പോകാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഒരു എഴുത്തുകാരനും ഒരു ശ്രോതാവും അവരെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ആകാശവാണി ആദ്യം മുതലേ പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും ജനങ്ങളെ, എഴുത്തുകാരനെന്ന് മാത്രമല്ല. ഇതാരാണ് ഈ പദം കണ്ടുപിടിച്ചത്? ആകാശവാണി. എന്തു മനോഹരമായൊരു പദമാണല്ലേ. അത് ഉച്ചരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളു തുറക്കണം. വാക്കിന്, ആശയത്തിന് മഹാസ്വാതന്ത്ര്യം സാംസ്കാരിക പ്രക്ഷേപണത്തിലൂടെ നിങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിച്ചു കൊടുക്കുകയാണ്. എന്തൊരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനം ഒരിക്കലും നശിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കവിയും ഗാനരചയിതാവുമായ ശ്രീ PK ഗോപിയാണ് ഇതുവരെ ആകാശവാണിയുമായുള്ള തന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.